ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സായിക്കുട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ അടുക്കളയിലേക്ക് പോന്നു. ആളുടെ മൂഡ് അത്ര ശരിയല്ല, രാവിലെ എഴുന്നേറ്റ് പോകുന്നതുകൊണ്ടായിരിക്കും, ഉറക്കം തീരാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്താണേലും എൻ്റെ കൂടെ അടുക്കളയിൽ ഞാൻ പണിയെടുത്തപ്പോൾ ആ കൂടെ തന്നെ എൻ്റെ എളിയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുകയാണ് കേട്ടോ. ചില ദിവസം ഞാൻ മതി, ചില ദിവസം അജയശേട്ടൻ മതി, ചിലപ്പോൾ അജയശേട്ടൻ പല്ല് തേപ്പിച്ചാൽ മതി. പക്ഷേ ഇന്ന് എന്താണോ ഞാൻ മതി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയിൽ കയറി ഇരിക്കും. പിന്നെ അവനെയും പിടിച്ചുകൊണ്ട് കുറച്ച് നേരമൊക്കെ പണി എടുത്തുകൊണ്ട് നടന്നു. പിന്നെ കുറേ നേരം നമുക്കത് പറ്റത്തില്ലല്ലോ, അവനെ വിടാൻ സമയമാകാറായി. പിന്നെ കുറച്ച് നേരം അവനെയും വിളിച്ചുകൊണ്ട് വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് അവിടെ വന്നിരുന്നു കേട്ടോ. ആളുടെ ഒന്ന് മൈൻഡ് മാറ്റിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ദേ ചായയൊക്കെ ഞാൻ വേഗം തന്നെ വന്ന് വെച്ചു കേട്ടോ. പിന്നെ അവന് കൊടുക്കാനായിട്ട് ഞാൻ പാലപ്പം ഉണ്ടാക്കി കേട്ടോ. മാവ് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒരു പാലപ്പമൊക്കെ ഉണ്ടാക്കി. പിന്നെ അവനെ റെഡിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അവനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. റെഡി ആകാനൊന്നും അവനൊരു മടിയില്ല, സ്കൂളിൽ പോകാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവന് ഏറ്റവും ഇഷ്ടം ജീൻസൊക്കെ ഇടുന്നതെങ്കിൽ വലിയ ഇഷ്ടമാണ്, അന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൻ പറയുന്നത് ബ്ലൂ കളറാണ് ജീൻസ്, ബ്ലാക്ക് കളറൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് ജീൻസ് അല്ലെന്നാണ് പറയണത് കേട്ടോ. ഓരോരോ ഇഷ്ടങ്ങളല്ലേ, പിള്ളേർ വലുതാവുന്നതിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. എന്താണേലും ഞാൻ ബ്ലൂ ജീൻസ് ഇടിയിപ്പിച്ച് വലിയ സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ് എനിക്ക് അമ്മയെ സുന്ദരനാവണമെന്ന്. ഓക്കെ, എന്ന് സുന്ദരനാക്കിയേക്കാം മോനെന്ന് പറഞ്ഞു. അമ്മ റെഡിയായോ എന്നൊക്കെയാണ് എന്നോട് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയായി, നമുക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു എന്നാൽ ശരി സുന്ദരനാകാമെന്ന്. എന്നാൽ ഓക്കെ ഇത് കാര്യം പറഞ്ഞു. അമ്മ ജീവിതരാം. സുദിനായോ? സുന്ദരനായോ? സുദിന സുന്ദരനായാ മതിയോ? ഓക്കെ, അമ്മ മുടിയൊക്കെ ജീവി സുന്ദരാവോ. അങ്ങനെ ഞാൻ അവന് കൊടുക്കാനായിട്ട് പാത്രം എടുത്തപ്പോൾ അവൻ്റെ ടിഫിൻ ബോക്സിൻ്റെ സൈഡിലത്തെ അതൊക്കെ പൊട്ടി കേട്ടോ. എങ്ങനെയോ പോയി അറിയത്തില്ല, അതിൻ്റെ സൈഡ് പൊട്ടിപ്പോയതുകൊണ്ട് പിന്നെ അടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ തൽക്കാലം ഇവിടെ ഉണ്ടായിരുന്ന പാത്രം എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നഗറ്റ്സും ഓറഞ്ചും ഏത്തപ്പഴമാണ് കേട്ടോ ഇന്ന് കൊടുത്തു വിടുന്നത്. ഇനി വേറൊരു പാത്രം മേടിക്കണം. പിന്നെ ഞാൻ ഒരു കുപ്പി വെള്ളവും എടുത്ത് വെച്ചു. പിന്നെ ഒരു ജോഡി ഡ്രസ്സ് എപ്പോഴും ബാഗ് വെച്ചേക്കും കേട്ടോ, കാരണം ഒരു ടവലും വെക്കും. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ ടീച്ചർ മാറ്റിക്കോളും. അപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എന്താണേലും എപ്പോഴും വെക്കാറുണ്ട്. അപ്പം ഞാൻ അവൻ്റെ ഇതെല്ലാം ടിഫിൻ ബോക്സ് എല്ലാം വേറൊരു ബാഗിലേക്ക് ആക്കിയാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ഒരു സ്പൂണും കൂടെ എടുത്ത്, ഒരു ഫോർക്കാണ് എടുത്ത് വെച്ചിട്ട് അതും കൂടെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അവനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ദേ നമുക്ക് വിട്ടതിൻ്റെ പാത്രങ്ങൾ ഫുള്ള് കിടക്കുകയാണ്. അങ്ങനെ ഞാനതൊക്കെ വേഗം കഴുകി വെച്ച്, കാരണം അവൻ വരുന്നതിന് മുമ്പാട് ഫുഡൊക്കെ ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ പച്ചക്കറികളായിട്ട് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ക്യാബേജിൻ്റെ കുറച്ച് കഷ്ണം ഉണ്ടായിരുന്നു. തീരെ പച്ചക്കറി കുറവായിരുന്നു. സാധനങ്ങളെല്ലാം ഏകദേശം തീർന്നായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വീക്കെൻഡിലാണ് സാധാരണ സാധനങ്ങൾ ഇപ്പം മേടിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നേരത്തെ മേടിക്കുന്നതായിരുന്നു. ഇപ്പം അതങ്ങനെ മാറ്റിയിട്ട് വീക്കെൻഡിലായി. കാരണം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ, അതാണ് നല്ലതെന്ന് തോന്നി കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ പോയി മേടിക്കുമ്പോൾ നമുക്കൊരു ഓർഡർ ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ വീക്കെൻഡിൽ മേടിക്കുകയാണെങ്കിൽ ആ ഒരാഴ്ചത്തേക്ക് മേടിക്കും. അപ്പോൾ ആ സാധനങ്ങൾ തീരുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്കി ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കറികളൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. മീനും ഇറച്ചിയൊക്കെ തീർന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കില്ല. അങ്ങനെ അവൻ പോയിട്ട് വന്ന് അവന് ചോറ് കൊടുക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. ഞാൻ വേഗം തന്നെ സാമ്പാറും ക്യാബേജ് തോരനും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ അവന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അവന് ചോറ് കൊടുക്കാമെന്ന് വെച്ചു. കാരണം അവൻ രാവിലെ എഴുന്നേറ്റുകൊണ്ട് ചിലപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ടോ, വേഗം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കൊച്ചു ചോറുണ്ണുമ്പോൾ ഒത്തിരി ലേറ്റ് ആവില്ലേ. അപ്പോൾ പിന്നെ വേഗം തന്നെ അവന് ഞാൻ ഒരു മുട്ട ഉണ്ടാക്കിയിട്ട് അവന് വേഗം ചോറ് കൊടുത്തുട്ടോ. ഈ കറികളൊക്കെ മതി അവന്. പിന്നെ മുട്ട എന്നും ഡെയിലി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി ഉണ്ടാക്കി ഞാൻ വേഗം കൊടുത്തു. അവൻ ടി വി കണ്ടുകൊണ്ടിരുന്നാട്ടോ ഇന്ന് ചോറ് ഉണ്ണുന്നത്. അതാകുമ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ടി വി കാണണമെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയും നേരം സ്കൂളിലൊക്കെ പോയതല്ലേ. അങ്ങനെ ചോറൊക്കെ അവന് കൊടുത്തു. അപ്പോഴത്തേക്കും പിന്നെ അജേഷനും വിശക്കാൻ തുടങ്ങി. ഞാൻ അജേഷനുള്ള ചോറൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് ചോറ് മതി കേട്ടോ അജേഷന്, ഒത്തിരി ചോറൊന്നും കഴിക്കില്ല. അങ്ങനെ കുറച്ച് ചോറൊക്കെ കൊടുത്തു. പിന്നെ അജേഷന് ഞാൻ ക്യാബേജ് തോരനും, പിന്നെ ഞാനാണെങ്കിൽ ക്യാരറ്റ് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ക്യാരറ്റ് അച്ചാർ ഉണ്ടായിരുന്നു, അതും. പിന്നെ ഒരു മുട്ട ഫ്രൈ ചെയ്തായിരുന്നു, അതും മുട്ട ഫ്രൈയും. പിന്നെ നമ്മുടെ സാമ്പാറും കൂടെ കൂട്ടിയായിരുന്നു ഇന്നത്തെ ചോറും കറികളും കേട്ടോ.
സാമ്പാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി കഷ്ണങ്ങൾ ഇടുന്നേക്കാളും കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് വെക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് തോന്നി. അങ്ങനെ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കേട്ടോ ഞാൻ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. കാരണം അവനാണ് ഉറക്കമൊക്കെ വരുന്നുള്ളതുകൊണ്ട് അജേഷൻ അവൻ്റെ കൂടെ പോയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ തോന്നി. പിന്നെ ഇറച്ചിയും മീനുമൊക്കെ എപ്പോഴും ഇല്ലാത്തതിലും നല്ലത് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതല്ലേ. ഇപ്പോൾ ഇത്രയും കറികളില്ലേ അല്ലേ, അത് തന്നെ ധാരാളം. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെള്ളം എടുക്കാൻ മറന്നു പോയല്ലോ എന്നോർത്തത്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ വിളിച്ചു പോകും, അമ്മേ വെള്ളം വെള്ളം എന്ന്. അന്ന് അച്ഛൻ പറയുമായിരുന്നു വെള്ളം എടുത്തുകൊണ്ട് വന്നിരുന്ന് കുടിച്ചുകൂടിയെന്ന്. ഇപ്പോൾ വെള്ളം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എടുത്തുകൊണ്ട് തരാനല്ല, ഞാൻ തന്നെ വേണം കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, സീ യു.